ഹായ്. നമ്മൾ ഫേസ്ബുക്കിൽ ദുബായിലെ ജോബ് അന്വേഷണവുമായി ഒരു പോസ്റ്റ് പങ്കുവച്ച് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ ദുബായിൽ ജോബ് അന്വേഷിക്കുന്ന പുതുതലമുറ യങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് ടിപ്സ് ഷെയർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ നിങ്ങൾ ഓൾറെഡി അറിയുന്ന ടിപ്സുകളായിരിക്കാം. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇതറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇപ്പോൾ ഒന്നാമത്തെ ജോബ് ടിപ്പ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന മാസ്റ്റർ ദ ഹിഡൻ ജോബ് മാർക്കറ്റ്, പിന്നെ റിവേഴ്സ് എഞ്ചിനീയർ ദ ATS ദ അപ്ലിക്കൻറ്റ് ട്രാക്കിംഗ് സിസ്റ്റം, പിന്നെ ലിവറേജ് ദ ലോക്കൽ പ്രസൻസ് അഡ്വാൻറ്റേജ് ആൻഡ് ടാർഗറ്റ് ദ ഏജൻസി ബ്രിഡ്ജ്. പിന്നെ വരുന്നത് 18 months പിവറ്റ് ആൻഡ് പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ്. ഈ 6 തരം ഈ ടിപ്സുകളിലൂടെ നമ്മൾക്ക് ഈ വീഡിയോയിൽ പോകാം. ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, പക്ഷെ നിങ്ങളുടെ ഒരു ജോബ് അന്വേഷണത്തിൽ ഇത് വളരെ സഹായകരമായിരിക്കുമെന്നാണ് കരുതുന്നത്. നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇതിൻ്റെ കമൻസിൽ രേഖപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും. ദുബായ് ജോബ് മാർക്കറ്റിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല ജോബുകളും ലിങ്ക്ഡിൻ അല്ലെങ്കിൽ നൗക്കരി അല്ലെങ്കിൽ മോൺസ്റ്റർ പോലെയുള്ള സൈറ്റുകളിലേക്ക് വരുന്നതിന് മുന്നേ അത് ഫുൾഫിൽ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ പല ജോബുകളും നമുക്ക് റീച്ച് ആവുന്നില്ല, അതിന് മുന്നേ അവിടെ ആളുകൾ നിറയുകയാണ്. അപ്പോൾ അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോബുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അവരുടെ ആ ഒരു ജോബിനേക്കുള്ള റിക്വയർമെൻറ്റ് വരുമ്പോൾ തന്നെ ഈ ലിങ്ക്ഡിൻ പോലെയുള്ള സൈറ്റുകളിൽ ഒരു പോസ്റ്റായിട്ട് ഇടുകയാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ജോബ് പോസ്റ്റിംഗ് ആണ്. അവരുടെ കമ്പനിയിലൊരു ജോലി ഒഴിവുണ്ട്, പ്രൊഡക്റ്റ് മാനേജർ എന്നുള്ള ജോലി ഒഴിവുണ്ട്. അപ്പോൾ അദ്ദേഹം ഇത് ലിങ്ക്ഡിനിലുള്ള ജോബിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതൊരു പോസ്റ്റായിട്ട് ഇതിൽ പബ്ലിഷ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പോസ്റ്റായിട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ അവർക്ക് 0 കോസ്റ്റാണ് വരിക. അതുമാത്രമല്ല, പെട്ടെന്ന് ആൾക്കാരെ അവർക്ക് റീച്ച് ആവുകയും ചെയ്യും. അതിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ റീച്ച് ആകാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഈ ഒരു ജോബ് നോക്കുകയാണെങ്കിൽ ഒരു സീനിയർ പ്രോഡക്റ്റ് മാനേജർ ജോബാണ് വരുന്നത്. അതിന് ഏകദേശം 30,000 സാലറി മന്ത്ലി വരുന്നതാണ്. ഇന്ത്യൻ റുപ്പീസ് അറൗണ്ട് 7 lakhs വരുന്ന ഒരു ഹൈ ജോബാണ്. അപ്പോൾ നമുക്ക് ഇത്തരം ജോബുകളിൽ റീച്ച് ചെയ്യണമെങ്കിൽ ഇത്തരം ആൾക്കാരുമായിട്ട് ഡയറക്റ്റ് കണക്റ്റ് ചെയ്യുകയും അവർ പറയുന്ന ആ സൈറ്റിലേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റീച്ച് ആവും. ഫോർ എക്സാമ്പിൾ, ഇതിൽ കണ്ടില്ലേ, CV സെൻഡ് ചെയ്യാനുള്ള ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ DM എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ആ ഒരു റെസ്പോൺസ് കിട്ടാനും അവരിലേക്ക് അത് എത്താനും വളരെ എളുപ്പമുള്ളൊരു ഒരു രീതിയാണ്. അതേമാതിരി പലതരം ജോബുകൾ നമുക്ക് ലിങ്ക്ഡിനിൽ കാണാം. അപ്പോൾ സെർച്ച് ഫോർ ജോബ്സ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ ഈ ജോബിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ആൾക്കാരുമായിട്ട് നമ്മൾ ഫോളോ ചെയ്തതിന് ശേഷം അവരുടെ പ്രൊഫൈൽ നിരന്തരം വിസിറ്റ് ചെയ്യുകയും അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ജോബുകൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പലതരം കമ്പനികൾ, ഇപ്പോൾ ദുബായിലുള്ള പലതരം പ്രമുഖ കമ്പനികളാണ് അൽഫത്തൈം, അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് സിറ്റീൻ്റെ പ്രധാന കമ്പനിയായ ടീകോം. അപ്പോൾ ഈ കമ്പനികളിലുള്ള അവരുടെ ഗ്രൂപ്പുകളിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പലതരം പ്രമുഖ പോസ്റ്റുകളിലിരിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അവരുമായിട്ട് നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ഇതൊരു സീനിയർ ടാലൻറ്റ് അക്വിസിഷൻ മാനേജറാണ്, മാജിദ് അൽ ഫുത്തൈം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സൈറ്റിലേക്ക് ഡയറക്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ കഴിയും ഏതൊക്കെ തരം ജോബുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്, അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൽ കണ്ടില്ല, വി ആർ ഹയറിങ് അറ്റ് മാജിദ് അൽ ഫുത്തൈം റീറ്റെയിൽ ഇൻ ഇന്ത്യ. അപ്പോൾ മാജിദ് അൽ ഫുത്തൈം ഇന്ത്യയിലുമുണ്ട്. അപ്പോൾ ഇന്ത്യയിലുള്ള ജോബ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ രീതിയിൽ വ്യൂ ജോബ് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അവരേത് രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേമാതിരി ഈ പേഴ്സണാലിറ്റികളുമായിട്ട് നമുക്ക് ഡയറക്റ്റ് ചിലർ ഡയറക്റ്റ് കണക്റ്റ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അവരെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പോസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് എഞ്ചിനീയർ ദ ATS. ഇപ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ അപ്ലിക്കൻറ്റ് ട്രാക്കിംഗ് സിസ്റ്റം നിലവിലുണ്ട്. അപ്പോൾ പല കമ്പനികൾ, ഇപ്പോൾ എമിറേറ്റ്സ്, മാജിദ് ഫുത്തൈം, അതേപോലെ
എയർലൈൻസ് കമ്പനികൾ, ഇത്തരം വലിയ കമ്പനികളിൽ ഒരു ജോബ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആണ്. ഫോർ എക്സാമ്പിൾ ചില പോസ്റ്റുകൾക്ക് ചില ജോബിനൊക്കെ 50,000, ചില ജോബിന് 5,000. അപ്പോൾ അത് ജോബ് അനുസരിച്ച് മാറും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ലോജിസ്റ്റിക് മാനേജർ പോസ്റ്റ് വരികയാണെങ്കിൽ അത് ഓൾ വേൾഡ് വൈഡ് ആൾക്കാർ അപ്ലൈ ചെയ്യും. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് 5,000 ജോബ് കിട്ടിയെന്ന് വിചാരിക്കുക ഒരു പ്രൊഫൈലിന്. ഇപ്പോൾ ഈ 5,000 ജോബ് ഇത് 1 by 1 ആയിട്ട് മാച്ച് ചെയ്ത് ഇവർക്ക് ഒരു അതിനനുയോജ്യമായ ഒരു കാൻഡിഡേറ്റിനെ കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ അവർ ഈ ATS ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം എന്നുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഒരു ജോബ്, അതുമായിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മുടെ റെസ്യൂമേയിൽ ഉണ്ടോ എന്നുള്ളതാണ് മെയിനായിട്ട് ഇത് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ റെസ്യൂമേ ആണ് ഈ റെസ്യൂമേ സെൻഡ് ചെയ്യുമ്പോൾ ഇത് ഡയറക്റ്റ് പോകുന്നത് ഈ സിസ്റ്റത്തിലേക്കാണ്. ഈ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ അത് ചെക്ക് ചെയ്യും നമ്മുടെ ജോബും അതേപോലെ ഡിസ്ക്രിപ്ഷനുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ, എത്ര ഡെൻസിറ്റി ഓഫ് കീവേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതെല്ലാം മാച്ച് ചെയ്യും. ഇത് ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത് വരാൻ കാരണം ചില ജോബിന് 5,000 ജോബ് ആപ്ലിക്കേഷൻ ഉണ്ടാവും, ചില 2,000 ഉണ്ടാവും. ഇപ്പോൾ നമുക്കൊരു എച്ച് ആർ പേഴ്സന് ഒരു 100 റെസ്യൂമേൽ മുകളിൽ ഒരു 2-3 ദിവസം കൊണ്ടൊന്നും നോക്കി തീരാൻ കഴിയില്ല. അപ്പോൾ ഈ ട്രാക്കിംഗ് സിസ്റ്റമാണ് നമ്മുടെ പല ജോബുകളെയും ഫിൽട്ടർ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം ഒരു ടാർഗറ്റ് വെച്ച് ഒരു 50 ജോബ്സിന് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇതൊരിക്കലും അവരുടെ റീച്ച് ചെയ്യില്ല. അപ്പോൾ റീച്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്തു, ബാക്കി അവർ എടുക്കട്ടെ എന്ന് പറയുന്ന ഒരു മനോഭാവത്തിൽ നിന്ന് മാറി നമ്മൾ ഈ ട്രാക്കിംഗ് സിസ്റ്റം അവൈലബിൾ ആണ്, അതിന് വേണ്ട രീതിയിൽ നമ്മൾ ഈ പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ക്ലൗഡ് എഞ്ചിനീയർ എന്നുള്ള ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്യൂമേൽ ക്ലൗഡ് എന്നുള്ള വാക്ക് പോലും ഇല്ലെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് റിജക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളിൽ ഇപ്പോൾ ലോജിസ്റ്റിക് മാനേജർ പറഞ്ഞു. അപ്പോൾ ലോജിസ്റ്റിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസും കാര്യങ്ങളും എല്ലാം നമ്മളതിൽ ഉൾപ്പെടുത്തണം, അത് മസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ പിന്തള്ളപ്പെടുകയാണ് ചെയ്യുക. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ടെക്നിക്കൽ ലീഡ് എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ നമുക്ക് നോക്കാം. അപ്പോൾ അത് ടെക്നിക്കൽ ലീഡ് ഇൻ ജാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ സ്കിൽസ്, ജാവ റിലേറ്റഡ് സ്കിൽസ് വേണം. അപ്പോൾ അതിൽ 1-2 സ്കിൽസ് മാത്രം ആഡ് ചെയ്തതുകൊണ്ടും കാര്യമില്ല. അപ്പോൾ നമ്മുടെ ചിലപ്പോൾ ഒരു ജോബിനെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ജാവ ഡെവലപ്പറിന് പല രീതിയിലുള്ള ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഡെവോപ്സ് എഞ്ചിനീയറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും, സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും, ടെക്നിക്കൽ ലീഡ്, അങ്ങനെ പലതരം ജോബിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ടെക്നിക്കൽ ലീഡ് പൊസിഷനാണ്. ഇപ്പോൾ ടെക്നിക്കൽ ലീഡ് പൊസിഷന് ഓൾറെഡി ഇയാൾ ക്വാളിഫൈഡ് ആയിരിക്കാം, പക്ഷേ റെസ്യൂമേൽ ഈ സ്കിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും പ്രൊജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു പ്രൊഫൈൽ ATS സിസ്റ്റം അവിടെ നിന്ന് റിജക്റ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ കണ്ടില്ലേ, സ്പ്രിംഗ് ബൂട്ട്, അതേമാതിരി സ്പ്രിംഗ്, കാഫ്ക, പക്ഷേ കാഫ്ക, MySQL, PostgreSQL, ഈ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഈ കീവേഡ്സ് നമ്മുടെ റെസ്യൂമേലുണ്ടോ അതനുസരിച്ച് ആ കീവേഡ് ഡെൻസിറ്റി കൂടി ഇവിടെ ചെക്ക് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു റെസ്യൂമേ കൊണ്ട് നമ്മൾ എല്ലാ ജോബിനും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു റിസ്ക്കിയാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ഇതിലിപ്പോൾ പൈത്തൺ ഓൾറെഡി അറിയുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ഈ പൈത്തണിൻ്റെ റെസ്യൂമേ വെച്ചിട്ട് ജാവ ഡെവലപ്പറിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും വർക്കൗട്ട് ആവില്ല. അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ വേണം നോക്കാൻ. ഓക്കെ, അപ്പോൾ ഈ 2 ടിപ്പാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ ഇനി വരുന്ന 4 ടിപ്സ് കൂടി ഞാൻ ഒരു വീഡിയോ ഫോർമാറ്റിൽ ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ, അത് എഡിറ്റ് ചെയ്യാൻ ഏകദേശം 2-3 മണിക്കൂറിലധികം വരുന്നുണ്ട്. അപ്പോൾ യൂസ്ഫുൾ അല്ലെങ്കിൽ നമ്മളിത് വെറുതെ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ.
ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്